അവനെ പഠിച്ചു പോയാൽ മറ്റമാർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതാണ് കുറച്ച് മിത്ത് ബസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് പാർട്ട് 2 ആണ്. ഇതിൻ്റെ പാർട്ട് 4ഉം പാർട്ട് 5ഉം പാർട്ട് 6ഉം ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത് നിങ്ങൾ വെപ്പൺ ഞാൻ വീഡിയോ ഇതാക്കി. നിങ്ങൾക്ക് ഇത് ഈ രാത്രി സമയമുള്ള ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റ് നിങ്ങൾക്ക് ഈ ലൈറ്റ് നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റുമെന്നാ. ഇവനെ ഗ്ലിച്ച് കൂറ ഗെയിം എന്തോത്തിനായി രോഹിത് ഗെയിമിങ് ഉണ്ടാക്കിയത്. ആ ഇന്ത്യൻ കാറാൻ ബൈക്കിലെ വിത്ത് നോക്കിയാൽ മതിയാണ്. എന്നാലും ഒത്തിരി പേര് കമൻ്റാണ് ചെയ്ത് മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഈ രോഹിത് ഗെയിം സ്റ്റുഡിയോളോ ഒന്നും ഇഷ്ടമല്ല. എല്ലാം ഗ്ലിച്ചും അതും ഇതും GTA 5 മൂടും. ആദ്യത്തെ മിത്ത് ഈ ലൈറ്റ് അണയുമെന്നാ. ലൈറ്റൊന്നും അണയുന്നില്ല. മിത്ത് ബസ്റ്റഡ്. പിന്നെ രണ്ടാമത്തെ മിത്ത് ഞാൻ കാണിക്കാവേ. രണ്ടാമത്തെ മിത്ത് കുറച്ച് ഡേഞ്ചർ മിത്താണ് കേസ്. നിങ്ങൾ ചെയ്യല്ലേ, നിങ്ങൾ ചത്ത് തൊലയും അത്രേ ഉള്ളൂ കേസ്. നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇന്ന് നമ്മൾ 10 മിത്തെങ്കിലും ബസ്റ്റ് ചെയ്യും. നേരത്തെ വീട്ടിൽ 5 മിത്ത് ബസ്റ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങളൊരു ഗ്യാസ് ഇങ്ങനെ ആ സംഭവം വിളിക്കണം. എന്നിട്ട് 2 0 അടിച്ചിട്ട് നിങ്ങൾ ഇത് കണ്ടോ, പിന്നെ ഒരു 0 അടിച്ചിട്ട് വിളിക്കണം. അന്നേരം ഈ ഗ്യാസ് സിലിണ്ടർ വരും. അന്നേരം നിങ്ങൾക്കൊരു പണിയുണ്ട് കേസ്. നിങ്ങൾ കുറച്ച് ദൂരെ മാറിയിട്ട് പിസ്റ്റണോ എന്തെങ്കിലും എടുക്കണം. എന്നിട്ട് മറ്റില്ല താര കിടക്കുന്ന ആ സംഭവത്തിൽ ഇങ്ങനെ വെടിവെച്ചോണ്ടിരിക്കുമ്പോൾ മേളിൽ ഇരിക്കുന്ന ആ സാധനം കത്തുമെന്നാണ് പറഞ്ഞ്. യെസ്, കൺഫേം ആയിട്ടുണ്ട്. ദീപാവലി പൊട്ടിക്കാൻ നമുക്ക്. ദീപാവലി ഗേസ്, ദീപാവലി വന്നു. നമ്മളതിൻ്റെ അടുത്ത് പോയാൽ എന്തോ ഉണ്ടാവുന്നേ? നമ്മൾ ചാവുമോ? ചേട്ടാ നമ്മൾ ചത്തില്ല, നമ്മളെ ഹെൽത്ത് കുറഞ്ഞു. നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് എടുത്തിട്ടുണ്ട് കേസ്. അതുകൊണ്ട് നമ്മളെ ഹെൽത്തും ഡീക്രീസ് ആയിട്ടില്ല. ഇനി നമ്മൾ 2 വിത്ത്, ആദ്യത്തെ വിത്ത് ബസ്റ്റഡ്, രണ്ടാമത്തെ വിത്ത് കൺഫേംഡ്. ഓക്കെ. എന്തൊരു ഗ്ലിച്ച് കേസ് ഇത്. മനസ്സിലാവുന്നില്ല ഈ രോഹിത് ഗെയിമിങ്. രോഹിത് ഗെയിമിങ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. മിത്തിന് വേണ്ടി ഞാൻ ഈ ഗെയിം കൂടുതൽ ഉപയോഗിക്കും. പിന്നെ എനിക്ക് GTA 5 ഇഷ്ടമല്ല കേസ്. എനിക്ക് GTA 4 ആണ് കൂടുതൽ ഇഷ്ടം. രണ്ടാമത്തെ മിത്ത് കിടക്കുന്നത് നമ്മളെ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ വൻപം മിത്തുണ്ട് കേസ്. പിന്നെ ദീപാവലി മിത്ത് അങ്ങനെ പറയുന്നൊരു മിത്തുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദീപാവലിക്ക് വേണ്ടി നമ്മൾ സ്റ്റിക്കർ എടുക്കും. മറ്റേനേക്കാളും ആകാശത്ത് പറക്കും. ആകാശത്ത് പറക്കുന്ന നേരത്തെ ഉണ്ടായിരുന്ന മിത്തില്ലേ ദീപാവലിയുടെ, ആ ഗ്യാസ് കുറ്റി പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ദീപാവലി, അത് ആകാശം പറക്കത്തില്ല. ഈ മിത്ത് ആകാശം പറക്കും. ആകാശം. ഈ ചേട്ടൻ്റെ ദേഹത്ത് ആ സ്റ്റിക്കി ബോംബ് എറിയണം. ചേട്ടാ നിക്ക് ചേട്ടാ. ഈ ചേട്ടൻ്റെ ദേഹത്ത് പറ്റുന്ന അത്ര സ്റ്റിക്കി ബോംബ് എറിയണം കേസ്. അതാണ് ചേട്ടൻ എന്നിട്ട് മൈൻഡ് ചെയ്തില്ല. GTA 5 ആണെങ്കിൽ മൈൻഡ് ചെയ്താണ്. ഇതോ ചേട്ടൻ മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യത്തില്ല ചേട്ടൻ. ഒത്തിരി പറ്റുന്നത്ര സ്റ്റിക്കുമ്പോൾ നമ്മൾ എറിയുക. ചേട്ടാ എന്താണ് ചേട്ടാ? നിക്കേട്ടാ. ചേട്ടൻ്റെ കോട്ടകെല്ലാം കൊള്ളാലോ. താങ്ക് യു മോനെന്തോ പൈസ ഒന്നുകൂടെ എഴുതുന്ന മോനെ. താങ്ക് യൂടാ. പൈസ എഴുതുന്ന കുറഞ്ഞ കൊട്ടുന്ന പൈസയാണല്ലോ. ചേട്ടാ പറഞ്ഞോണ്ടോ സ്വത്ത് പൈസയാണെന്നാ ചേട്ടൻ്റെ വിചാരം. ഇത് പൈസയല്ല ചേട്ടാ, ചേട്ടനെ കൊല്ലാനുള്ളതാ. ചേട്ടനൊന്നും അറിയത്തില്ലല്ലോ. കണ്ടോ, ഇത് കാണുമ്പോൾ എല്ലാവരും പറയും പൈസയാണെന്ന്. ശരിക്കുള്ള GTA 5 നമ്മൾ ഇടിയെടുക്കുക. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു ദീപാവലി ഉണ്ടാവും. ദീപാവലി ഒത്തിരി ദൂരെ പോകണം. ഒത്തിരി ദീപാവലി. ദീപാവലി, ഹാപ്പി ദീപാവലി. ഇന്ന് ദീപാവലിയാണ്, അതുകൊണ്ട് ഹാപ്പി ദീപാവലി പറയാൻ വേണ്ടി ചെയ്ത ഒരു ട്രിക്കാണ്. മാർക്കൊന്നും ബുദ്ധിയില്ലടാ. സൈഡ് എടുത്ത് പൊയ്ക്കൂടാടാ വേട്ടാവളിയാ. എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇരിക്കുന്നു വേട്ടാവളിയെ. ഈ വേട്ടാവളിയാണ് ഞാൻ അടിച്ച് ശരിയാക്കും. ഇനി പോലീസിനല്ല ട്രിക്ക്. പോലീസിലൊരു വമ്പൻ ട്രിക്കുണ്ട് മക്കളെ. നമ്മളെ മൂന്നാമത്തെ മിത്ത് കൺഫേം ആയി. ഇനി 4 5 6 7 8 ഇനിയും എത്ര മിത്ത് കിടക്കുവാന്നറിയാവോ? ആ മിത്തെല്ലാം കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. പിന്നെ പുതിയൊരു ചീറ്റ് കോഡ് ഞാൻ മിത്തായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ ചീറ്റ് കോഡ് ലോകത്തിൽ 1% പേർക്ക് അറിയത്തോളെങ്കിലും നല്ലൊരു മിത്താണ്. ഇതാണ് എനിക്ക് രോഹിത് ഗെയിം സ്റ്റുഡിയോനെ ഇഷ്ടമല്ല. ചോര, ഈ പന്ന ചോര കാരണം ഈ ചോര ആകാശത്ത് വരെ പറന്നിരിക്കും. ഹലോ സാർ, പൈസ വേണോ സാർ?
പൈസ എന്നാലും ചിക്കി പോകാൻ പറഞ്ഞു കൊടുക്കാം. ഇനി കണ്ടോ നിങ്ങൾ. ഹലോ സാർ, പൈസ പൈസ പൈസ. ഒരു സാറിന് ഒരു 3 ചിക്കി ബോംബെങ്കിലും വേണം. ഒരാൾക്കാർക്ക് 3 ചിക്കി ബോംബ്. ഇനി കണ്ടോ, ഞാൻ സൈക്കോയാ. ഞാൻ ഇപ്പോൾ സൈക്കോ മൈൻഡ് അയക്കുക. മിത്ത് ചെയ്യാൻ വേണ്ടി സൈക്കോ മൈൻഡാ. ടൺ 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 ടൺ. സൈക്കോ മൈൻഡ്. നിങ്ങൾ എല്ലാവരുടെയും ദേഹത്തെ ഒരു ചിക്കി ബോംബ് വരണം. ഹലോ, ഇരട്ടകൾ ഇരിക്കുന്നു നോക്കി. ഇരട്ടകൾ എന്താ ഇരട്ടകളെ ഇരിക്കുന്നത്? നമ്മക്ക് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഇമാര് മാത്രം ഇരിക്കുന്നു. എടാ, അടുത്ത ഇരട്ട ജയിലില് എത്ര 3 ഇരട്ടകൾ നോക്ക്. ഒരു ദിവസം വഴി നിന്നപ്പോൾ 3 വേറെ വേറെ ഇരട്ടകളെ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ല. ടൺ ടൺ. അയ്യോ, ഓ വിളിച്ച് പന്ന. ഓ ഓ ഹലോ ചേട്ടാ, പൈസ എന്നാ പൈസ. മാസാങ്കായേ പൈസ. മാസാങ്കായേ. അണ്ണാ പൈസ വേണോ അണ്ണാ? അണ്ണാ പൈസ എടുത്തു. തോടാ മോനെ, പൈസ ഇല്ലാതെ ഇരിക്കുമായിരുന്നു. പൈസ മോഷ്ടിക്കുള്ള കാര്യം പറയാൻ വന്നതാ. പൈസ മാസാങ്കായേ പൈസ. എന്താണ് ചേട്ടാ ഇരിക്കുന്നല്ല? ഈ ചേട്ടനെ പുതിയതായി വന്നതെന്ന് തോന്നുന്നു. ഈ ചേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ചേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി സാറുകൾക്കാ. സാറേ, കള്ളനോട്ടല്ല സാറേ കേട്ടോ. ദോഷമാണ്. സാറേ, കള്ളനോട്ടല്ല ഞാൻ പറയുന്നു ഇപ്പൊ തന്നെ. കള്ളനോട്ടല്ല. എന്നാ പിടിച്ചോ. നല്ലൊരു നോട്ടാണ്. നല്ല ഗാന്ധിജിയുടെ പടമാണ്. ഗാന്ധിജിയുടെ പടമുണ്ട്. ഗാന്ധിജിന് മറ്റേവന് കൊടുക്കണം. ആ ജയിലിൻ്റെ അകത്ത് ഇരിക്കുന്നവനെ വെറുതെ വിടാൻ പറ്റത്തില്ല. അവനെ പിന്നെ അല്ലെങ്കിലും ബ്ലാസ്റ്റ് ആയിക്കോളും. അവനെ ഞാൻ കാണിച്ചുതരാം. എൻ്റെ ദേഹത്ത് ഇങ്ങനെ വിട്ടാൽ മതി. കണ്ടോ. ഇങ്ങനെ അവന് വിട്ടാൽ മതി. അവൻ ഇനി മാസ് കാണിക്കുന്നുണ്ടോ? മാസ്. ടൺ 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 ടൺ. മാസുണ്ട് ഗൈസ്. നോക്കോണേ. സൗണ്ട് നിങ്ങൾ കേട്ടോ. സൗണ്ട് സൗണ്ട് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എല്ലാമാരും അങ്ങ് പോകും. അത്രേ ഉള്ളു. കണ്ടോ, എല്ലാമാരും ഇങ്ങനെ ചത്തങ്ങ് തോലയും. ചിലന്മാരൊക്കെ മണ്ടയ്ക്ക് ചൂങ്ങിക്കിടക്കുന്നു. സ്പൈഡർമാൻ ദിൽപ്പച്ചല മെറ ദിൽപ്പച്ചാൻ. സ്പൈഡർമാൻ കണ്ടോ, പോലീസുകാരൻ സ്പൈഡർമാനെ പോലെ തൂങ്ങിക്കിടക്കുന്നു. 5ാമത്തെ മിത്ത് കൺഫേംഡ് ആയിട്ടുണ്ട് ഗെയ്സ്. 6, 7, 8 ഇവനെ കൊല്ലുമ്പോൾ പോലീസുകാരന്മാർ വരും. ഈ പോലീസുകാരെ കൊന്നിട്ട് ഇവനെ കൊല്ലുമ്പോൾ പോലീസുകാരന്മാർ വരത്തില്ലെന്നാണ്. വരും ഗെയ്സ്. ആരോ പറഞ്ഞ് വരത്തില്ലെന്ന്. 6ാമത്തെ മിത്ത് ബസ്റ്റ്. ഈ അടുത്ത മിത്ത് കൊടുക്കുന്നതാണ്. ഈ സാധനം കണ്ടോ. ഈ സാധനം കൊണ്ടിട്ട് വെള്ളം വരുന്നു. മുമ്പേ 7ാമത്തെ മിത്തും ബസ്റ്റ്. ഇത് ബാക്ക് കൊടുക്കാം. ബാക്ക് ഇപ്പോഴേ കൊടുക്കാം. ഇനി അടുത്തത് 8, 9, 10 3 മിത്തും കൂടെ ഉള്ളു. ആ അവസാനത്തെ ചീറ്റ് കോഡ് പറയുന്നതിന് മുമ്പ് എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി നിങ്ങൾ UI, ഞാൻ നേരത്തെ ഒരു CGയുടെ സ്റ്റോറി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എങ്ങനെയാ അത് ഒന്നും കാണാൻ ചെയ്യുന്നു. നിങ്ങൾ UI ഓഫ് എന്ന് കൊടുക്കണം. UI കൊടുത്തിട്ട് ഓഫ് എന്ന് കൊടുക്കണം. എന്നിട്ട് ടിക്ക് കൊടുക്കുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകും. പിന്നെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ RGS കൂടെ എടുത്തിട്ട് UI ഓൺ കൊടുക്കുമ്പോൾ അങ്ങനെ വരും. UI ഓൺ എന്ന് കൊടുക്കുമ്പോൾ ഇത് ഓണും ആവും. കണ്ടോ ഞാൻ പറഞ്ഞ ട്രിക്ക്. അടുത്ത ട്രിക്ക് നിങ്ങൾ രാത്രിയാക്കണം. അതാണ് രാത്രിയാക്കുമ്പോൾ വണ്ടി പോകുന്നവരൊന്നും ലൈറ്റ് ഇടാതെ പോകുന്നത്. അതാണ് ട്രിക്ക്. എന്ത് എപ്പോഴും 9 മാത്രം അടിക്കണം. 9 അടിക്കണം. ഓക്കെ. രാത്രി നമ്മൾ പിന്നെ ലൈറ്റ് ഇട്ടിട്ടേ പോകത്തുള്ളൂ. നമ്മൾ എപ്പോഴും ലൈറ്റ് ഇടാൻ മറക്കത്തില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ എപ്പോൾ പോയാലും ലൈറ്റ് ഇടും. ഇത് NPC ഒന്നും ലൈറ്റ് ഇടത്തില്ലെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം കഴിയും. പിന്നെ മിത്തിൻ്റെ പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6 ഒക്കെ നടന്നിരിക്കും. ഏതാണെങ്കിലും ഒന്ന് ഇന്ത്യൻ കാർ ആൻഡ് ബൈക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രശ്നമുണ്ട് കേസ്. കാരണം അതിനകത്ത് കൂടുതൽ NPC ഇല്ല. ആരും വരില്ലേ.
അല്ലാത്തപ്പം എൻ്റെ മുമ്പിൽ വന്ന് ചാടുന്ന ആൾക്കാർ. കണ്ടോ സ്ലൈറ്റ് ഇടുന്നില്ല, കണ്ടോ മിത്ത് കൺഫേംഡ്. ഇനി 9ഉം 10ഉം. ആ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞു. ഇനി ഒരു ചീറ്റ് കോഡുണ്ട്, അത് നിങ്ങൾ എന്തായാലും അറിയേണ്ട ചീറ്റ് കോഡാണ്. എന്താണെന്നും പറയുമ്പോൾ ഗോസ്റ്റ് ബൈക്കിൻ്റെ ഗോസ്റ്റ് ബൈക്കിൻ്റെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞു. സൂപ്പർ ജെറ്റ് പാക്കിൻ്റെ 320 സൂപ്പർ ജെറ്റ് പാക്ക് വന്നു. പിന്നെ വേറൊരു മിത്തോളെന്ന് പറയുമ്പോൾ സൂപ്പർ ജെറ്റ് പാക്കിൽ ഇങ്ങനെ വെടിവെക്കുവാണെങ്കിൽ അത് പൊട്ടത്തില്ലെന്നാ പറയുന്നത്, പറന്നു പോകുന്നാ പറയുന്നത്. പൊട്ടിത്തെറിച്ചില്ല പിന്നെ അതാണ്ട് പറന്നു പോയി. ഓക്കെ, മിത്ത് കൺഫേം ആയിട്ടുണ്ട്. ബൈ ബൈ.